ഇന്ന് ബ്രെഡ് വെച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, കുട്ടികൾക്കാണെങ്കിലോ നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 സ്ലൈസ് ബ്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിലേക്ക് ഒരു ഏകദേശം 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മയോണൈസ് ആട്ടോ, ഞാൻ പാക്കറ്റ് മയോണൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂണോളം അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 6 ടീസ്പൂണൊക്കെ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനൊരു 5-6 ടീസ്പൂൺ പാലാട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്യാം, പക്ഷെ അത് മതി. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന രീതിയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. സ്കൂളൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഐറ്റം വേറെ കൊടുക്കാണ്ടാവില്ല കേട്ടോ. അത്രയ്ക്കും സിമ്പിളാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ചൂടായി വന്ന് ഒന്ന് ടോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു മിക്സ്, അത് ഇതിലേക്ക് കുറേശ്ശെ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ പാത്രം വെച്ചിട്ട് ഒന്ന് കമഴ്ത്തിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താലും മതി. എല്ലാ ഭാഗത്തേക്കും എത്തണമെന്ന് മാത്രം. എല്ലാ ബ്രെഡ് പീസസും ഈ ഒരു സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരു ബ്രെഡ് പീസസൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കൂടിയാട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനാണ് ഞാൻ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ബ്രെഡ് പൊടിഞ്ഞു പോവാതെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത്രയായാൽ മതി. ഇനി നമുക്കതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊസറല്ല ചീസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. സ്ലൈസ്ഡ് ചീസാണെങ്കിൽ അതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ മൊസറല്ല ചീസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ എരിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു 2 മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒറിഗാനോ കൂടെ സ്പ്രെഡ് ചെയ്താൽ പ്രത്യേക ഒരു പിസ്സയുടെയൊക്കെ ഒരു ഫ്ലേവർ കൂടെ കിട്ടിക്കോളും. അപ്പോൾ കുറച്ച് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടുകൂടെ തന്നെ ഇത് കഴിക്കണം കേട്ടോ. ചീസൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു മെൽറ്റിങ് ആ ഒരു ടെൻഡൻസിയിൽ തന്നെ അത് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യും, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്